ശബരിമല ക്ഷേത്രത്തിലെ ആസൂത്രിതമായ സ്വർണ്ണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയില്ലെന്ന് വാദിച്ച മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പ്രതിരോധം തകർക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ. ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടലാണ് വലിയ ചതി ഒഴിവാക്കിയത്. 2024 നവംബർ 1 നിലവിലെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിന്റെ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ അംഗീകാരം നൽകിയിരുന്നു. 2019 സംഭവിച്ച അതേ വീഴ്ച 2025 ബോർഡ് നേതൃത്വത്തിനും സംഭവിച്ചു. തിരുവാഭരണം കമ്മീഷണർ രജിലാലിന്റെ ഇടപെടൽ കാരണം ഈ നീക്കം തടസ്സപ്പെട്ടു. സ്മാർട്ട് ക്രിയേഷൻസ് ഒരിക്കൽ സ്വർണം പൂശിയ സ്വർണം വേർപെടുത്തി വീണ്ടും പൂശാൻ കഴിയില്ല എന്ന് തിരുവാഭരണം കമ്മീഷണർ ബോർഡിനെ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് സാങ്കേതിക വിദ്യയുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തിരുവാഭരണം കമ്മീഷണർ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ലെന്ന് പറഞ്ഞപ്പോഴും തിരുവാഭരണം കമ്മീഷണർ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ കരുതലോടെ ആകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. തിരുവാഭരണം കമ്മീഷണറുടെ ഇടപെടലാണ് സമാന ശ്രമം തടയാൻ സഹായിച്ചത്. അല്ലാത്തപക്ഷം ഇത്തവണയും ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യ മുഴുവൻ ചുറ്റി ചെന്നൈയിൽ എത്തുമായിരുന്നു. 2019 അങ്ങനെ ആവർത്തിക്കാതെ പോയി. സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് നിയമവിരുദ്ധമായി വിവാദ ഇടനിലക്കാരൻ വഴി പലയിടത്തും കൊണ്ടുപോയി. 49 ദിവസത്തിന് ശേഷം മാത്രം മടക്കിക്കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ള തട്ടിപ്പല്ലെന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ പിന്നിലുണ്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2019 രാഷ്ട്രീയ നിയമനം നേടിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംരക്ഷിക്കാനായി തീർത്തിട്ടുള്ള വാദങ്ങളുടെ മുനയൊടിക്കുന്ന ഈ ഒരു കണ്ടെത്തൽ എന്തായാലും സർക്കാരിനും ഇടതുമുന്നണിക്കും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. ദേവസ്വം അധികൃതരുടെ പങ്കും ഗൗരവമായി അന്വേഷിക്കണമെന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ബോർഡിനെയും പ്രതി ചേർത്ത് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം ഗൂഢാലോചന കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിപ്പു നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അംഗം എ വിജയകുമാറും CPM നോമിനികളായിരുന്നു. മറ്റൊരു അംഗമായ KP ശങ്കരദാസ് CPI പ്രതിനിധിയും. പത്തനംതിട്ടയിൽ CPMന്റെ പ്രമുഖ നേതാവ് കൂടിയാണ് പത്മകുമാർ. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവതാരമായി പോറ്റി വളർത്തിയത് ആരെന്ന ചോദ്യം ഉയരുന്നു. ഒരു സ്ഥിര വരുമാനവും ഇല്ലാത്തയാളെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ പോറ്റിയെ ശബരിമലയിലെ സ്വർണം പൂശലും ശ്രീകോവിൽ വാതിൽ പുതുക്കിപ്പണിയലും അടക്കം ഒട്ടേറെ നിർണായക കാര്യങ്ങളുടെ സ്പോൺസറാക്കി അവതരിപ്പിച്ചത് ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോ അനുമതിയോ കൂടിയല്ലെന്ന് വ്യക്തമാണ്. വിജയ് മല്യ പൊതിഞ്ഞത് തനിത്തങ്കം തന്നെയാണെന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്.